ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമാണ്. എല്ലാവരും മരുന്ന് കഞ്ഞി, പല വിധത്തിലുള്ള മരുന്ന് കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ചെറുപയറും മലരും കൊണ്ടുള്ള ഒരു കഞ്ഞിയാണ് റെഡിയാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സൂപ്പെന്നും പറയാം, കഞ്ഞിയെന്നും പറയാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു 2 കപ്പ് ചെറുപയർ ഞാൻ കുതിർത്ത് ഒരു 7 to 8 മണിക്കൂർ വരെ കുതിർത്തെടുത്തിരിക്കുകയാണ്. ഇത് നമ്മളൊരു 2 വിസിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ്. അപ്പോൾ ഇതൊരു 2 കപ്പിന് ഞാൻ 1 കപ്പ് മലരാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, 2 കപ്പ്, അത് അവരവരുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മലരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം, നെയ്യിൽ താളിച്ച് നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പയർ വേവാനുള്ള വെള്ളം വെച്ചിട്ട്, കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മളിത് ഡൈല്യൂട്ട് ചെയ്താണ് കഞ്ഞിയുടെ ആ പാകത്തിനാണ് എടുക്കുന്നത്. അപ്പം ഇത്ര കിടക്കുന്ന പയർ നല്ല മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ നമുക്ക് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സ്. 2 വിസിൽ വന്ന് കുറച്ച് സമയമായി, ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഞാനിനി മൺകലത്തിലാണ് ഇത് വെക്കാൻ പോകുന്നത്. ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു മൺകലം വയ്ക്കാം. നമുക്കതിൽ അതിലോട്ട് ഈ വേവിച്ച പയറിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൽ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ലൂസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പയറായതുകൊണ്ട് തിക്കാവും, അത് തിളയ്ക്കും തോറും അത് കട്ടി കൂടും. അപ്പം നമ്മുടെ ആ കൺസിസ്റ്റൻസിക്ക് പാകമായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലിട്ട് നമ്മൾ 1 കപ്പ് മലരും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ഇത് ഈ മലരും ഈ പയറും നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. ഇതാ ആയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഇത് നന്നായിട്ട് തിളച്ച്, കണ്ടോ, ഈ മലരും പയറും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല ആ വെള്ളവും നമ്മൾ ഒഴിച്ച് ചേർത്ത വെള്ളവും എല്ലാം നന്നായിട്ട് തിളച്ച് യോജിച്ച് നല്ല കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതാണ് പാകം. ഇതിലോട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ശകലം കുരുമുളകും കൂടി ഇടുമ്പോൾ അതിനൊരു ഇതും കൂടെയാണ്. എരിവ് തീരെ വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി വാങ്ങി വെച്ചിട്ട് ഒരു ഉള്ളി നമുക്ക് താളിച്ച് ചേർക്കണം. ഇതാദ്യം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടായാൽ നമുക്ക് നെയ്യിൽ വേണം നമ്മൾ ഈ ഉള്ളി മൂപ്പിച്ചിടാൻ വേണ്ടി. ഇത് ഉള്ളി ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ കളർ നന്നായിട്ട് മാറി ചുമന്ന കളറ് മൂത്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ കഞ്ഞിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഉള്ളി താളിച്ച്, ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് താളിച്ച് ചേർത്ത് നമ്മൾ അവസാനം അതിലോട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. കർക്കിടക മാസത്തിൽ ഓരോരുത്തർ ഓരോ രീതിയിൽ
കഞ്ഞി ഔഷധക്കഞ്ഞി വെച്ച് ഉണ്ടാക്കി കഴിക്കും. പല ഔഷധങ്ങളും നയമോദകം, ആശാളി, അങ്ങനെ ഒരുപാട് ചുക്ക് ഇതൊക്കെ ചേർത്തിട്ട് പലതരം ഇലകൾ ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്തിട്ട് അതും ചേർത്തിട്ട് നവര അരി കൊണ്ട് ഉണ്ടാക്കുന്ന കഞ്ഞികളുണ്ട്. ഏതായാലും നമ്മുടെ ബോഡിക്ക് ആരോഗ്യം കിട്ടുന്ന വിധത്തിലുള്ള കഞ്ഞി ഈ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയിലോട്ട് ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ മലർ കഞ്ഞി അല്ലെങ്കിൽ സൂപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് പേരിടാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം, വലിയവർക്കും ഇത് കഴിക്കാം. ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. മലരും വളരെ നല്ലത് തന്നെയാണ് നമുക്ക് ശരീരത്തിന്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും. ചെറുപയറും വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.